Hi students, we are studying NMR spectroscopy. Today we will discuss about the position of signals in NMR spectroscopy, NMR spectrum and the TMS as a reference standard. Why it is used as a reference standard? Okay. Then the position. In the last classes, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എന്താണ് പഠിച്ചത്? ഷീൽഡിങ് ആൻഡ് ഡീഷീൽഡിങ് എന്താണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അത് പഠിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അതിനകത്ത് എന്താ പറഞ്ഞത്? ദ ഡീഷീൽഡഡ് പ്രോട്ടോൺസ്, ദ സിഗ്നൽ ഡ്യൂ ടു ദ ഡീഷീൽഡഡ് പ്രോട്ടോൺസ് ദാറ്റ് വിൽ കം ഇൻ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി NMR spectrum and that region is known as the downfield region, and the signal due to the shielded protons, signal due to the shielded protons that will come on the right hand side of the NMR spectrum, and that region is known as the upfield region. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഡീഷീൽഡഡ് പ്രോട്ടോൺസ് എവിടെ വരും? ഡൗൺഫീൽഡ് റീജിയൻ, ദാറ്റ് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി NMR സ്പെക്ട്രം, ആൻഡ് ഷീൽഡഡ് പ്രോട്ടോൺസ് അപ്ഫീൽഡ് റീജിയൻ ആയിരിക്കും, ദാറ്റ് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി NMR സ്പെക്ട്രം. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പം ഇനി ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് for example, ഇപ്പോൾ the structure, what is the ethyl chloride. നമ്മളിപ്പോൾ ഒരു ethyl chlorideൻ്റെ NMR സ്പെക്ട്രം എടുക്കാൻ ശ്രമിക്കുകയാണ്. First of all, is it NMR active or not? It's NMR active, we know that. And how many signals we will get? അത് നമ്മൾ തന്നിരിക്കുന്ന ഈഥൈൽ ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് ആദ്യം നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ സ്ട്രക്ചർ എഴുതുക. അപ്പോൾ അത് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് എത്ര പ്രോട്ടോണുകളുണ്ട്, അല്ലെ എത്ര ഇക്വലൻ്റ് പ്രോട്ടോൺ ഉണ്ട്, എത്ര നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ് ഉണ്ട് എന്നുള്ളത്. വി നോ ദാറ്റ് ദി നമ്പർ ഓഫ് സിഗ്നൽസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ്, അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺ അല്ലെങ്കിൽ എത്ര ടൈപ്പ് പ്രോട്ടോണുകളുണ്ട് ഇൻ ദിസ് കോമ്പൗണ്ട്? ദർ ഈസ് ദ പ്രസൻസ് ഓഫ് 2 sets ഓഫ് പ്രോട്ടോൺസ്. ഏതൊക്കെയാണ്? CH3 പ്രോട്ടോൺസ് ആൻഡ് CH2 പ്രോട്ടോൺസ്. ദെയർഫോർ വി വിൽ ഗെറ്റ് 2 ഡിഫറെൻറ്റ് സിഗ്നൽസ്. 2 സെറ്റ് ഉള്ളത് കാരണം നമുക്ക് 2 സിഗ്നലുകളും ഉണ്ടായിരിക്കും. നമ്മുടെ NMR സ്പെക്ട്രത്തിനകത്ത് 2 ഡിഫറെൻറ്റ് സിഗ്നൽസ്, വി വിൽ ഗെറ്റ് 2 ഡിഫറെൻറ്റ് സിഗ്നൽസ്. ഓക്കെ, ആ സിഗ്നലിൽ നമുക്ക് കിട്ടുന്ന 2 സിഗ്നലിനകത്ത് 1 സിഗ്നൽ വിൽ ബി ഓൺ ദ ഷീൽഡഡ് റീജിയൻ ആൻഡ് അനദർ വിൽ ബി ഓൺ ദ ഡീഷീൽഡഡ് റീജിയൻ. എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും വരിക, അതത്രയും നമുക്ക് അറിയാം. ഇനി ആ വന്നിരിക്കുന്ന സിഗ്നലിനകത്ത് ഡീഷീൽഡഡ് ആയിട്ട് വന്നത് ഇതിൽ ആരുടേതാണ്, അതുപോലെ ഷീൽഡഡ് ആയിട്ട് വന്ന സിഗ്നൽ ആരുടേതാണ്, CH3യുടെ ആണോ CH2ൻ്റേതാണോ, അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, NMR സിഗ്നൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷീൽഡഡ് പ്രോട്ടോൺ ആരാണ്, ഡീഷീൽഡഡ് പ്രോട്ടോൺ ആരാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ കയ്യിൽ സ്പെക്ട്രം ആയിരിക്കും ഇരിക്കുന്നത്, NMR സ്പെക്ട്രം ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിഗ്നൽ, അത് ആരുടെ സിഗ്നലാണ്, ഇപ്പുറത്ത് വന്നിരിക്കുന്ന സിഗ്നൽ കറസ്പോണ്ടിങ് ടു വിച്ച് പ്രോട്ടോൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാണ്? ഹിയർ ദിസ് ഈസ് ദ സ്ട്രക്ചർ CH3 CH2 Cl. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരാ ഉള്ളത്? ക്ലോറിൻ വന്നിട്ടുണ്ട്, അല്ലേ? ദിസ് ക്ലോറിൻ ഈസ് ആൻ ഇലക്ട്രോ നെഗറ്റീവ് വൺ. ക്ലോറിൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമാണ്. അപ്പോൾ അത് കാരണം ദിസ് ക്ലോറിൻ ദാറ്റ് വിൽ പുൾ ദ ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്, then the electron density around the hydrogen decreases. എന്ത് സംഭവിക്കും? ക്ലോറിൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളാണ്. ഇലക്ട്രോ നെഗറ്റീവ് ആയത് കാരണം അതെന്ത് ചെയ്യുന്നു? ദാറ്റ് വിൽ പുൾ ദ ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്. ഇലക്ട്രോണുകളെ അതിൻ്റെ ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് അതിൻ്റെ ഇലക്ട്രോണുകളെ കാർബണിലേക്ക് വലിച്ച് കാർബണിൽ നിന്ന് അത് ക്ലോറിൻ ഇങ്ങോട്ടേക്കാണ് വലിക്കുന്നത്. ക്ലോറിൻ എവിടെയാണോ നിൽക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് ഇലക്ട്രോണുകളെ പുള്ള് ചെയ്യും. അത് കാരണം വാട്ട് വിൽ ഹാപ്പൻ? ദെൻ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി അറൗണ്ട് ദ ന്യൂക്ലിയസ് വിൽ ഡിക്രീസസ്. ഇലക്ട്രോൺ ഡെൻസിറ്റി, ന്യൂക്ലിയസിന് ചുറ്റും നമ്മുടെ പ്രോട്ടോണുകൾക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു. അപ്പോൾ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ നിന്ന് അകന്നകന്ന് പോയില്ലേ? ദെയർഫോർ ദാറ്റ് വിൽ ബി ഷീൽഡഡ്. അപ്പോൾ ആ നമ്മുടെ ക്ലോറിനുമായിട്ട് അറ്റാച്ച് ചെയ്ത് ക്ലോസ്ലി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആരാണ്? CH2 പ്രോട്ടോണുകളാണ്. Therefore, this CH2 protons that will be deshielded. Shielded അല്ല, deshielded. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്ത് സംഭവിച്ചു? നമ്മുടെ പ്രോട്ടോണിൽ നിന്നും പ്രോട്ടോണിൻ്റെ വളരെ അടുത്തുണ്ടായിരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി
അവിടെ നിന്ന് അകന്നകന്ന് പോയില്ലേ. അത് കാരണം അവിടെ ഒരു ഡീഷീൽഡിംഗ് അല്ലേ നടന്നത്. അപ്പോൾ ഡീഷീൽഡിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കംപ്ലീറ്റ് ആയിട്ട് 100% ആയിട്ടും ന്യൂക്ലിയസിലെത്തും അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം? നമ്മുടെ ദാറ്റ് ന്യൂക്ലിയസ് ദാറ്റ് ആർ ഡീഷീൽഡഡ് ന്യൂക്ലിയസ് ആണ്. അപ്പം ഡീഷീൽഡഡ് ന്യൂക്ലിയസ് ആണെങ്കിൽ നമ്മുടെ സിഗ്നൽ എവിടെ ആയിരിക്കും നമുക്ക് കിട്ടുക? ഫോർ ദ ഡീഷീൽഡഡ് സിഗ്നൽസ് അല്ലെങ്കിൽ സോ ദ സിഗ്നൽ ഡ്യൂ ടു ബി. അപ്പോൾ നമ്മളിവിടെ എ ബി കൊടുത്തിരിക്കുന്ന ഏതിനാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പോൾ സിഗ്നൽ ഡ്യൂ ടു ബി, that is due to the CH2 protons, that will be deshielded and that signal will come in the left hand side of the NMR spectrum. അപ്പോൾ നമുക്ക് നമ്മുടെ CH2 പ്രോട്ടോണുകളുടെ അതായത് ബി പ്രോട്ടോണുകളുടെ സിഗ്നൽ എവിടെ ആയിരിക്കും വരിക? ഡീഷീൽഡഡ് ആണ്. ഡീഷീൽഡഡ് ആയത് കാരണം നമ്മുടെ NMR സ്പെക്ട്രത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും സിഗ്നലുകൾ നമുക്ക് കിട്ടുക. ഓക്കെ, അത് ക്ലിയർ ആണ്. അപ്പോൾ നമ്മുടെ അതിനകത്ത് ആ രണ്ട് സിഗ്നലിൽ ഏതാണ് CH2 എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത CH3 കേസ്. CH3 ഇവിടെയും CH3 പ്രസൻ്റ് ആണ്. ദിസ് CH3 ദാറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദ ക്ലോറിൻ. ക്ലോറിൻ ഉണ്ട് അവിടെ, ശരിയാണ്. പക്ഷേ ആ ക്ലോറിൻ അവിടെ ഉണ്ടെങ്കിലും അത് ഈ CH2 ആയിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് അല്ലല്ലോ. അതിനിടയിൽ ഒരു ഷീൽഡ് പോലെ ആര് നിൽക്കുന്നുണ്ട്? CH2 പ്രോട്ടോണുകൾ നമ്മുടെ ക്ലോറിനും CH3ക്കും ഇടയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇവിടെ? ഹിയർ ദാറ്റ് ഈസ് ദ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് അല്ലേ നമ്മുടെ ക്ലോറിനുള്ളത്. ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആളിന് ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ക്ലോറിൻ അവിടെ എന്താ ശരിക്കും ചെയ്തുകൊണ്ടിരുന്നത്? മറ്റതിനകത്തു നിന്നൊക്കെ ഇലക്ട്രോണുകളെ അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ CH3 ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് അല്ല ക്ലോറിനുമായിട്ട്. അപ്പോൾ അത് കാരണം അവിടെ ഒരു ഷീൽഡിങ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഷീൽഡഡ് ഫ്രം ദ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ഓഫ് ദ ക്ലോറിൻ. ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റിൽ നിന്നും നമ്മുടെ CH3 ഷീൽഡഡ് ആണ്. ആര് ഷീൽഡ് ചെയ്യുന്നുണ്ട്? CH2 പ്രോട്ടോണുകൾ CH3യെ ക്ലോറിനിൽ നിന്നും ഷീൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഷീൽഡിങ് വന്നത് കാരണം എന്ത് സംഭവിക്കും? therefore its signal will be on the right hand side of the NMR spectrum. അപ്പം ആദ്യത്തേത് വേറെ CH2നും ക്ലോറിനും ഇടയിൽ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. therefore that is deshielded അല്ലേ. ഇലക്ട്രോണുകളെ അത് അവിടെ നിന്ന് വിഡ്രോ ചെയ്തു. ക്ലോറിൻ മോളിക്യൂൾസ് വിഡ്രോ ചെയ്തത് കാരണം എന്ത് ചെയ്തു? ആ ഹൈഡ്രജന് ചുറ്റും ഉണ്ടായിരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു. therefore that will become deshielded and the signal due to CH2 protons will come on the left hand side of the NMR spectrum. But in the case of CH3 that is not directly attached to the chlorine. Here the CH3 group is shielded by the CH2 proton. CH2 പ്രോട്ടോണുകൾ CH3യെ ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റിൽ നിന്നും ഷീൽഡ് ചെയ്തിട്ടുണ്ട്. therefore its signal will be on the RHS or the right hand side of the NMR spectrum. അപ്പം ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ആ ഒരു സിഗ്നൽ, ഇനി നമുക്ക് കിട്ടിയ സിഗ്നലിനെ നമുക്ക് കൃത്യമായിട്ട് പറയാം. നമുക്ക് നേരത്തെ കിട്ടിയ സിഗ്നലിനകത്ത് എയുടെ സിഗ്നൽ ഡ്യൂ ടു CH3 ആരാണ്, സിഗ്നൽ ഡ്യൂ ടു CH2 ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ശരിക്കും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമുക്കൊരു സ്പെക്ട്രം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓരോന്നിനകത്തും വന്നിരിക്കുന്ന സിഗ്നലുകൾ ആരുടേതാണ് ഷീൽഡിങ്ങും ഡീഷീൽഡിങ്ങും വെച്ച് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഷീൽഡിങ്ങും ഡീഷീൽഡിങ്ങും വെച്ചിട്ട് പൊസിഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി പഠിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ, ഫസ്റ്റ് ഡേ മുതൽ ഒരാളിനെ പറ്റി പറയുന്നുണ്ട്, TMS എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ TMS എന്താണ്, എന്തുകൊണ്ട് നമ്മൾ അതിനെ റെഫറൻസ് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നു? ഓക്കെ, അപ്പോൾ വൈ ഡു വി ചൂസ് TMS ആസ് എ റെഫറൻസ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ഫോർ റെക്കോർഡിംഗ് ദ കെമിക്കൽ ഷിഫ്റ്റ്? കെമിക്കൽ ഷിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുന്നേ ഈ TMS എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് TMS? ഞാൻ പറഞ്ഞു തന്നതാണ് TMS. TMS ഈസ് ടെട്രാമീഥൈൽ സിലൈൻ. അതിൻ്റെ സ്ട്രക്ചർ അറിയോ? ഇങ്ങനെയാണ് TMSൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഒരു സിലിക്കൺ കാണും, അതിന് ചുറ്റും 4 CH3 പ്രോട്ടോണുകൾ അല്ലെങ്കിൽ 4 CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ SI ഗ്രൂപ്പിനോട് 4 CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ എത്ര പ്രോട്ടോണുകളുണ്ട് ടോട്ടൽ? ഓരോന്നിലും 3 എണ്ണം വെച്ച് 4 എണ്ണം ഉണ്ട്. അപ്പോൾ 12 പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ്. ഈ 4
സെറ്റും, അതായത് 12 പ്രോട്ടോണുകളും ഇക്വലൻ്റ് പ്രോട്ടോണുകളാണ്. ഹിയർ ദിസ് ഓൾ ദ 12 പ്രോട്ടോൺസ് ആർ ഇക്വലൻ്റ് പ്രോട്ടോൺസ്. ഇക്വലൻ്റ് പ്രോട്ടോൺ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ദേ വിൽ അബ്സോർബ് സെയിം മാഗ്നറ്റിക് ഫീൽഡ്. 12 ഇക്വലൻ്റ് പ്രോട്ടോൺസ് ആൻഡ് ദേ വിൽ അബ്സോർബ് സെയിം മാഗ്നറ്റിക് ഫീൽഡ്. സെയിം മാഗ്നറ്റിക് ഫീൽഡ് 12 പേരും കൂടെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സിഗ്നൽ കിട്ടും? ഇക്വലൻ്റ് പ്രോട്ടോൺ ആണ്. അവിടെ ഇനി 12 അല്ല, ഇനി എത്ര എണ്ണം ഉണ്ടായിരുന്നിരുന്നാലും ഇക്വലൻ്റ് പ്രോട്ടോണുകൾക്കെല്ലാം കൂടെ ഒരൊറ്റ സിഗ്നൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ദിസ് 12 equivalent protons, they will absorb same magnetic field and will produce a single sharp signal. അപ്പോൾ അതൊരു റീസൺ ആണ്. 12 ഇക്വലൻ്റ് പ്രോട്ടോൺ അവിടെ ഉണ്ടെങ്കിലും നമുക്കതൊരു ഷാർപ്പ് സിംഗിൾ സിഗ്നൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, TMS. ഓക്കെ, അപ്പോൾ അതൊരു റീസണായി നമ്മൾ TMSനെ റെഫറൻസ് സ്റ്റാൻഡേർഡായിട്ട് ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറഞ്ഞു സിലിക്കൺ, Si. That is less electronegative than carbon. This silicon is Si is less electronegative than carbon. So it gives the electron density to the carbon and that carbon gives the electron density to the hydrogen. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ് ആണ് സിലിക്കണിന് വരുന്നത്. അത് കാരണം അതെന്ത് ചെയ്യും? ദാറ്റ് വിൽ ഗീവ് ദ ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ എങ്ങോട്ടേക്ക് പുൾ ചെയ്യും? ദാറ്റ് വിൽ പുൾ ദ ഇലക്ട്രോൺ ടുവേർഡ്സ് ദ കാർബൺ ആൻഡ് കാർബൺ വിൽ ഗീവ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ടു ദി ഹൈഡ്രജൻ. അപ്പോൾ സിലിക്കൺ കാർബണിലേക്കും കാർബൺ എങ്ങോട്ടേക്കും കൊടുക്കുന്നു? ഹൈഡ്രജനിലോട്ടും കൊടുക്കുന്നുണ്ട് അല്ലേ? ദാറ്റ് മീൻസ് അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഒരാളുടെ ഒരു CH3യുടെ കാര്യം മാത്രമേ ഫിഗറിൽ വരച്ചിട്ടുള്ളൂ. പക്ഷേ ഈ സെയിം കാര്യം ബാക്കി 3-4 കേസിലും സംഭവിക്കുന്നുണ്ട് ഒരേപോലെ. അപ്പോൾ സെയിം എൻവയോൺമെൻ്റ് ആണ്, സെയിം ഇഫക്റ്റാണ് അവിടെ നടക്കുന്നത് 12 പേർക്കും. ഓക്കെ, ദെൻ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി അറൗണ്ട് ദ ഹൈഡ്രജൻ എന്ത് സംഭവിക്കുകയാണ്? ഹിയർ the silicon is less electronegative than carbon, so it gives the electron density to the carbon and that carbon will give electron density to the hydrogen. Therefore the electron density around the nucleus, നമ്മുടെ ഹൈഡ്രജന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്തു? കൂടി. ഇലക്ട്രോൺ ഡെൻസിറ്റി അതിനടുത്തേക്കല്ലേ ഇലക്ട്രോണുകളെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അത് കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി അറൗണ്ട് ദ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി അറൗണ്ട് ദ പ്രോട്ടോൺ വിൽ ഇൻക്രീസസ്. ഇലക്ട്രോൺ ഡെൻസിറ്റി പ്രോട്ടോണിന് ചുറ്റും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദെൻ ഇറ്റ്സ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി, പ്രോട്ടോണിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയത് കാരണം ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു? ഇറ്റ്സ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഇൻക്രീസസ്. മാഗ്നറ്റിക് ഫീൽഡ്, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡും കൂടി. ഓക്കെ, ആസ് ദ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ്, വാട്ട് വിൽ ഇൻക്രീസ്? ഷീൽഡിംഗ് ഓൾസോ ഇൻക്രീസസ്. ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുമ്പോൾ, അതായത് ഇലക്ട്രോൺ ക്ലൗഡ് എവിടേക്ക് വന്നു? നമ്മുടെ ന്യൂക്ലിയസിന് വെരി മച്ച് ക്ലോസ് ആയിട്ട് എത്തിക്കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഒരു ഷീൽഡിംഗ് വന്നു. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും ന്യൂക്ലിയസ് വിൽ ബി ഷീൽഡഡ് അല്ലേ? ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രോൺ ക്ലൗഡ്, ഇലക്ട്രോൺ ഡെൻസിറ്റി ന്യൂക്ലിയസിന് ചുറ്റും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ഷീൽഡിംഗ് സംഭവിച്ചു. ഷീൽഡിംഗ് വിൽ ഓൾസോ ബിക്കം മോർ. അപ്പോൾ ഷീൽഡിംഗ് കൂടിക്കഴിഞ്ഞാൽ, സോ ദീസ് പ്രോട്ടോൺസ് വിൽ ഗെറ്റ് മാക്സിമം ഷീൽഡഡ്. ഈ പറഞ്ഞിരിക്കുന്ന ഷീൽഡിംഗ് എല്ലാ പ്രോട്ടോണുകൾക്കും, ഈ 12 പ്രോട്ടോണിനും ഒരുമിച്ച് ഒരേപോലെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോട്ടോണുകളെല്ലാം എന്താണ്? മാക്സിമം ഷീൽഡഡ് ആണ്. And then the peak corresponding to these 12 protons, 12 equivalent proton, peak corresponding to this 12 equivalent proton ഒരൊറ്റ സിഗ്നലേ നമുക്ക് കിട്ടുള്ളൂ. That will come on the extreme right side അല്ലെങ്കിൽ extreme RHS of the NMR spectrum. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സിലിക്കൺ, this silicon is less electronegative than carbon and it gives the electron density towards the carbon atom and that carbon will gives electron density to the hydrogen. അപ്പോൾ അങ്ങോട്ടേക്ക് തള്ളി അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഹൈഡ്രജൻ അടുത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞു. Then the electron density around the nucleus അല്ലെങ്കിൽ around the proton will increases and that electron density കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? Induced magnetic field also increases. As the induced magnetic field increases, the shielding also increases. Shielding കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? Shielded പ്രോട്ടോണുകളുടെ സിഗ്നൽസ് we know എവിടെ ആയിരിക്കും കിട്ടുക? സിഗ്നൽസ്, ഷീൽഡഡ് പ്രോട്ടോണുകളുടെ സിഗ്നൽ എന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലാണെന്ന് പറഞ്ഞു. Here these protons, these 12 equivalent protons are maximum shielded.
അവിടെ ഇനി മാക്സിമം ഷീൽഡഡ് ആണ്. ദെയർഫോർ വി വിൽ ഗെറ്റ് ദി സിഗ്നൽ ഡ്യൂ ടു ദിസ് TMS ഓൺ ദി എക്സ്ട്രീം റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി NMR സ്പെക്ട്രം. അപ്പോൾ NMR സ്പെക്ട്രത്തിൻ്റെ ഏറ്റവും അറ്റത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും ആരുടെ സിഗ്നൽ കിട്ടുക? ഈ TMSൻ്റെ സിഗ്നലുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മളിനി ഏത് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്ത് ചെയ്തിരുന്നാലും അതിനെല്ലാം കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ഈ പറഞ്ഞ TMSൻ്റെ സിഗ്നലിനെ ഇപ്പുറത്തേക്ക്, അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക്, TMSൻ്റെ സിഗ്നലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രമേ വേറെ ഏത് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാലും കിട്ടുകയുള്ളൂ. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഈ TMSൻ്റെ സിഗ്നൽ എക്സ്ട്രീം റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് അതായത് 0-യിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ 0-യിലായിരിക്കും നമുക്ക് ആരുടെ സിഗ്നൽ കിട്ടുക? TMSൻ്റെ സിഗ്നൽ കിട്ടുന്നത്. ബാക്കി നമ്മൾ ഏത് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്ത് ചെയ്തിരുന്നാലും അതിനെല്ലാം കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് TMSൻ്റെ സിഗ്നലിന് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇത് മാത്രമല്ല ഇതിൻ്റെ റീസൺസ് ഇനിയും ഉണ്ട്. ദിസ് TMS ഈസ് കെമിക്കലി ഇനേർട്ട്. That is, it will not react with any other organic compounds, and it has a very low boiling point and is highly volatile. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസിഡർ വി ആർ മിക്സിങ് ദിസ് TMS. നമ്മളിപ്പോൾ NMR സ്പെക്ട്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് NMR സ്പെക്ട്രം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താണ്? അവിടെ നമുക്ക് നമ്മുടെ NMR എടുക്കേണ്ട കോമ്പൗണ്ടിനെ വി വിൽ മിക്സ് ദാറ്റ് വിത്ത് TMSുമായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ TMSുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കൺസിഡർ ഇപ്പോൾ സപ്പോസ് ദിസ് TMS വിൽ റിയാക്ട് വിത്ത് അവർ കോമ്പൗണ്ട്. ദെൻ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടുമായിട്ട് TMS റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം മാറിപ്പോവും. നമുക്ക് കറക്റ്റ് കിട്ടേണ്ട നമ്മുടെ ആക്ച്വൽ കോമ്പൗണ്ടിൻ്റെ സ്പെക്ട്രം ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്, അവിടെ ഒരു റിയാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്കൊരിക്കലും റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ TMSൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കെമിക്കലി ഇനേർട്ട്. വാട്ട് ഈസ് ദാറ്റ് കെമിക്കലി ഇനേർട്ട്? ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് എനി അതർ കോമ്പൗണ്ട്. വേറെ ആൾക്കാരുമായിട്ടൊന്നും അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ NMR സ്പെക്ട്രം ചെയ്യുന്ന സമയത്ത് our compound that will not undergo any chemical reactions with TMS. നമ്മുടെ കോമ്പൗണ്ട് അല്ലെങ്കിൽ TMSന് കോമ്പൗണ്ടുകളുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അതിനെ എടുത്ത് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, ആഫ്റ്റർ ഗെറ്റിംഗ് ദ NMR സ്പെക്ട്രം വി ക്യാൻ ഈസിലി റിമൂവ് TMS ഫ്രം അവർ സാമ്പിൾ. നമുക്കിപ്പോൾ NMR സ്പെക്ട്രം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സാമ്പിളിനെ റിക്കവർ ചെയ്യാം, നമുക്കത് വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ TMS തന്നെ ആയിക്കോട്ടെ, നമുക്ക് സാമ്പിൾ തിരിച്ച് കിട്ടിയിട്ട് അതിനകത്തുനിന്ന് ആ TMSനെ റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഉപയോഗമുണ്ടോ? വേറെ സ്റ്റഡീസിന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ TMS ദാറ്റ് ഹാസ് വെരി ലോ ബോയിലിംഗ് പോയിൻറ്റ്, അറൗണ്ട് 27 degrees Celsius ആണ് TMSൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി വോളറ്റൈൽ ഓൾസോ. അപ്പോൾ നമ്മൾ NMR സ്പെക്ട്രം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ഗെറ്റിംഗ് ദ NMR സ്പെക്ട്രം we can easily remove this TMS from our sample. അത് ഇവോപ്പറേറ്റ് ചെയ്തങ്ങ് പൊക്കോളും. നമ്മൾ സാമ്പിൾ എടുത്ത് മാറ്റി വെക്കുമ്പോൾ തന്നെ ഇത് ഇവോപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ അതിനകത്ത് നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ പ്യുവർ സാധനം തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പം അതും ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ? നമുക്കൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞ ശേഷം നമ്മുടെ സാമ്പിൾ തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് വേറെ സ്റ്റഡീസ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ TMSനെ ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്. ഇറ്റ് ഈസ് സോലബിൾ ഇൻ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിക് സോൾവെൻറ്റ്സ്. നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് സോൾവെൻറ്റുകൾ ഡിസോൾവ് ചെയ്യിപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പം TMSും ഡിസോൾവ് ആവണം, ഡിസോൾവ് ആവാണ്ട് അവിടെ കിടക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എടുക്കുന്ന ഏത് ഓർഗാനിക് സോൾവെൻ്റ് ആയിരുന്നാലും മോസ്റ്റ് ഓഫ് ദ ഓർഗാനിക് സോൾവെൻറ്റ് ദിസ് TMS ഈസ് സോല്യുബിൾ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ TMSനെ റെഫറൻസ് സ്റ്റാൻഡേർഡായിട്ട് ചൂസ് ചെയ്യാനുള്ള NMR സ്പെക്ട്രോസ്കോപ്പിയിൽ ചൂസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് റീസൺസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ഏതായിരുന്നു? 12 equivalent protons they will give single sharp signal. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? അതിനകത്തെ
സിലിക്കൺ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആണ്, ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ. അത് കാരണം ആ ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആ ഇലക്ട്രോൺ ഡെൻസിറ്റി ദേ വിൽ പുൾ ദ ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദ കാർബൺ ആറ്റം ആൻഡ് ദാറ്റ് കാർബൺ വിൽ പുൾ ദ ഇലക്ട്രോൺ ടുവേർഡ്സ് ദി ഹൈഡ്രജൻ. അപ്പോൾ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ടുവേർഡ്സ് ദ ഹൈഡ്രജൻ ഇൻക്രീസസ്. അത് കാരണം അവിടെ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് ദീസ് പ്രോട്ടോൺസ്, therefore here in this case the proton that is shielding also increases, and in TMS these protons are maximum shielded, therefore we will get the signal. എവിടെ ആയിരിക്കും നമുക്ക് കിട്ടുക സിഗ്നൽ വരുന്നത്, നമ്മുടെ NMR സ്പെക്ട്രത്തിൻ്റെ എക്സ്ട്രീം റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും നമുക്ക് we will get the signal for TMS. അപ്പോൾ എക്സ്ട്രീം റൈറ്റ് ഹാൻഡ് സൈഡ് മീൻസ് 0-ലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ TMSൻ്റെ സിഗ്നലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും പിന്നെ ബാക്കി വരുന്ന കോമ്പൗണ്ടുകൾക്കെല്ലാം നമ്മൾ ഏത് സ്റ്റഡി നടത്തിയിരുന്നാലും കിട്ടുക. അത് മാത്രമല്ല ദിസ് TMS ഈസ് കെമിക്കലി ഇനേർട്ട് ആൻഡ് ഇറ്റ് വിൽ നോട്ട് റിയാക്ട്, ദാറ്റ് ഈസ് ഇറ്റ് വിൽ നോട്ട് റിയാക്ട് വിത്ത് എനി അതർ കോമ്പൗണ്ട്സ്. അതുപോലെ ഇറ്റ് ഹാസ് വെരി ലോ ബോയിലിംഗ് പോയിൻറ്റ് ആൻഡ് ഈസ് ഹൈലി വോളറ്റൈൽ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഫ്റ്റർ ഗെറ്റിംഗ് ദ NMR സ്പെക്ട്രം വി ക്യാൻ ഈസിലി റിമൂവ് TMS ഫ്രം അവർ സാമ്പിൾ ആൻഡ് ദിസ് TMS ഈസ് സോൾയുബിൾ ഇൻ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിക് സോൾവെൻറ്റ്സ്. അപ്പം ഇതെല്ലാമാണ് നമ്മൾ TMSനെ റെഫറൻസ് സ്റ്റാൻഡേർഡായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇതിൽ നമ്മൾ ഇപ്പോൾ സോൾവെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് എ കോമ്പൗണ്ട് ഫോർ NMR സ്പെക്ട്രോസ്കോപ്പി ദാറ്റ് മസ്റ്റ് ബി എ ലിക്വിഡ് ഫോമിൽ മാത്രമേ നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. NMR സ്പെക്ട്രോസ്കോപ്പി ചെയ്യുമ്പോൾ അല്ലെ സ്പെക്ട്രൽ അനാലിസിസ് നടത്തുമ്പോൾ, അപ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കണം. ഇനി സോളിഡ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ദാറ്റ് മേ ബി പ്ലേസ്ഡ് ഇൻ എ സൊല്യൂഷൻ. അതിനെയും നമ്മൾ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് NMR എടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ TMSൻ്റെ കാര്യം പറഞ്ഞപ്പോഴും സോൾവെൻ്റ് ഇമ്പോർട്ടൻസ് പറഞ്ഞത്. ഈ TMS മോസ്റ്റ് ഓഫ് ദ ഓർഗാനിക് സോൾവെൻറ്റുകളിൽ സോലുബിൾ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് ഡ്യൂട്ടീരിയേറ്റഡ് സോൾവെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഡ്യൂട്ടീരിയേറ്റഡ് സോൾവെൻറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് 2-3 എക്സാമ്പിൾസും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം ഡ്യൂട്ടീരിയേറ്റഡ് സോൾവെൻറ്റ്സിന്. ഏതാണ്? ഡ്യൂട്ടീരിയേറ്റഡ് ക്ലോറോഫോം, ഡ്യൂട്ടീരിയോ ക്ലോറോഫോം, CdCl3, അതുപോലെ ഡ്യൂട്ടീരിയോ അസറ്റോൺ, ദെൻ ഡ്യൂട്ടീരിയം ഓക്സൈഡ്, അതുപോലെ ഹെക്സാ ഡ്യൂട്ടീരിയോ ബെൻസീൻ, ദെൻ കാർബൺ ടെട്രാക്ലോറൈഡ്, ഇങ്ങനെ ഇനിയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഡ്യൂട്ടീരിയേറ്റഡ് ഫോമിലുള്ള സോൾവെൻറ്റുകളാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് സോൾവെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയായിരുന്നു മനസ്സിലാക്കിയത്? നമ്മൾ ഫസ്റ്റ് പൊസിഷൻ പറഞ്ഞു. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ CH3 CH2 പ്രോട്ടോണുകളുടെ സിഗ്നൽ എവിടെയാണ്, ആ സിഗ്നൽ കറസ്പോണ്ടിങ് ടു വിച്ച് വൺ ആണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ TMS എങ്ങനെയാണ്, എന്തുകൊണ്ട് റെഫറൻസ് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നു, ദെൻ സോൾവെൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കെമിക്കൽ ഷിഫ്റ്റൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കെമിക്കൽ ഷിഫ്റ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്